ചെറിയ തുമ്പ് എടുത്തിട്ട് വരണം മോനെ. ഇനി മോൻ കുറച്ച് നേരം കുഴിക്കോ? ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇപ്പൊ കോരു മോനെ, അത് ചെളീന്റെ മണം. അവിടെ എടുത്ത് പുറത്തേക്ക് ഇടണേ. അവിടെ ഇട്ട് ഉള്ളിലേക്ക് തന്നെ ഇറങ്ങും. നിധിയെല്ലാം കിട്ടുമോ? നിധിയെല്ലാം കിട്ടുമോ? കിട്ടും. ഏറ്റവും വലിയ നിധിയല്ലേ കിട്ടുന്ന ഇപ്പൊ അല്ലേ വെള്ളം? തള കേൾക്കുന്നില്ല. അപ്പൊ ചെറിയ തൂമ്പ് എടുത്തിട്ടു. അപ്പോ ഞാൻ പിടിക്കണോ? എന്നാ ഇറങ്ങിയോ? ചാടണ്ട. ഇല്ല, കല്ലുണ്ട്. തണുപോണ്ടോ? ഞാൻ പണ്ടിട്ട കല്ലിന്റെ ഒരു കഷ്ണം. ചെളിയിലേക്ക് ഇടരുത്, തോട്ടിലേക്ക് ഇട്. ആ കല്ല് വീണ്ടും കെട്ടാൻ എടുക്കേണ്ടതാണോ? ഇനി ഞാൻ എടുത്തോളാം. ഇനി കയറണ്ട. ഉണ്ട്. എന്നാ അവിടെ തന്നെ താത്തിക്കോ. ഞാൻ വേറെ എവിടെയും ടച്ച് ചെയ്യണില്ലേ. അപ്പൊ പഴയ ചെളി ആയതുകൊണ്ടാണ് താണു പോണേ. കയറിക്കോ. പിന്നെ അത് കയറാൻ പ്രയാസമാണ്. കാല് വേഗം പറിച്ചു കയറ്. അപ്പൂസിന് ഇതാ ഞണ്ടിനെ കിട്ടി. ഇത് ഇറക്കൂലേ? ഞണ്ടൊക്കെ ഇറക്കും. അതിന്റെ ഇറുക്കാലെ പിടിക്കണം. അതെവിടെ ഇട്ട് വരും? അതറിയില്ല. ഇതാണോ? അതെ, രണ്ടും കൂടെ പിടിക്കേ ഒരേ സമയം. പണ്ട് ഞണ്ട് കടിച്ച് ഓർക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിച്ച് പോയത്. ഇറുക്കാല് ചോട്ടി പിടി. അങ്ങനെ. ഇതാ അപ്പൂസ് ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിക്കണേ കേട്ടോ. പണ്ട് അപ്പൂസ് കുഞ്ഞുനാളില് അതിനെ പെടണ്ട, ഇനിയൊന്നും ചെയ്യില്ല. കുഞ്ഞുനാളിൽ അപ്പൂസ് ഇങ്ങനെ ഞണ്ട് ഇറുക്കിന്നും പറഞ്ഞാൽ ഞണ്ടിനെ ഞങ്ങൾ അന്വേഷിച്ച് പോയി പിടിച്ച് അതിനെ പൊരിച്ചു. ഞങ്ങള് ഇവിടെ കാണിച്ച് സൗണ്ട് കേൾക്കണ്ടോ? കേട്ടോ? ഇല്ല, മര ചെയ്യുമ്പോഴാ സൗണ്ട് കൂടുതൽ കേൾക്കാറ്. ബൈക്കിലൂടെ പോവാ. പാവല്ലേ അത്? എന്നാ വളരെ വീട് നമുക്ക് വലുതാവുമ്പോ പിടിച്ചു കൂട്ടാൻ വയ്ക്കാം. പിടിക്കേ ഇവിടുത്തെ രണ്ട് മറ്റേ കാലം കൊണ്ട് തന്നെ ആക്രമിക്കുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാ ഇറുക്കുകാലുണ്ടല്ലോ, തിരിച്ചു പിടിച്ച് കാണിച്ച് ഞണ്ടിനെ ശരിക്കും. ഇതാണ് ഇപ്പൊ ഇറുക്കാലിൽ നീ പിടിച്ചില്ലേ. ഇനി തോട്ടിലേക്ക് വിട്ടേരാ. അത് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. വലുതാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പിടിച്ച് കറി വെക്കാം. അങ്ങോട്ട് വിടട്ടെ? തോട്ടിലേക്ക് വിട്ടോ. പോയിക്കോ. അപ്പൊ അതിനെ രക്ഷപ്പെടുത്തി. കണ്ടോ? വീണ്ടും അതാ. ഇനിയുണ്ടോ വേറെ ആള്? അല്ല, അതിങ്ങനെ ചെളി കുഴിച്ച് മട വെച്ച് അതിന്റെ ഇടയിലേക്ക് പോവുക. കണ്ടോ? ഗ്രൂപ്പ് വെള്ളം വേണോ? അപ്പൊ ഞങ്ങളുടെ മുഖമൊക്കെ കണ്ടോ? കൊതുക് അടിച്ചിട്ട്. ഞങ്ങളുടെ ബാക്ക് ബോൺ ആട്ടോ ദൈ വരുന്ന. കണ്ടോ? ഹായ് സൂപ്പർവൈസർ. ഏയ്, ടൂൾസ് കൊണ്ടൊക്കെ വരുന്നേ. ആയുധം കാണിക്ക്. സൂപ്പർവൈസർക്ക് പിന്നെ കണ്ണ് തെറ്റിയോ? സൂപ്പർവൈസർക്ക് മടിയ വീഡിയോക്ക് വരാൻ. ഇപ്പൊ ഞണ്ട് എടുക്കാനാട്ടോ. ചെറിയ ഞണ്ടുകളെ കിട്ടുകയാണെങ്കിലേ വന്നതൊക്കെയാണെങ്കിലേ അതിന്റെ ഏണ്ട ഇറക്കാലും അത് കിടന്നിട്ട് കാണിക്കുന്നുണ്ടോ? അതിന്റെ ഉള്ളിൽ എങ്ങനെ വിരലൊന്ന് വെച്ചു കൊടുത്തു നോക്കാം. പൂസ ഇങ്ങനെ ഇറക്കും. തൽക്കാലം അത് കൊട്ടേ കിടക്കട്ടെ. ഹായ്. അപ്പൂസ് കുഞ്ഞുനാൾ ഞങ്ങൾക്ക് ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു. അപ്പം ഞാറ് പറിക്കാനും വരമ്പ് വെക്കാനും ചെളി കിടന്നിട്ട് ഉരുളാനും എല്ലാത്തിനും അപ്പൂസിനെ കൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് ചെളിയോടുള്ളൊരു അറപ്പൊന്നുമില്ല. ചെളിമണമാണ് അപ്പൂസിന് ഏറ്റവും ഇഷ്ടം.
ചെറിയ തൂമ്പ കാണാം. ചെറിയ തൂമ്പ് എടുത്തിട്ട് വന്നു കേട്ടോ. ചെറിയ തൂമ്പിന് പറ്റുള്ളൂ. ഇനി ആ തൂമ്പ പറ്റില്ലടാ, കൈ വലുതാണ്. അവിടെ വെച്ചു, അവിടെ ഉണ്ട്, അവിടെ വെച്ചാൽ മതി. ആ എന്നിട്ട് നേരെ കളക്കി പതുക്കെ. നോക്ക്, താത്തി കളക്കി. അതെ, കൊണ്ടോട്ടെ, പഴയ തൂമ്പയാണ്. ഈ കല്ല് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്ക്. ഇളകുമോ നോക്ക്. ഒന്ന് ഇളകി കിട്ടുക, ആ തോടിൻ്റെ അവിടെ ഇളകി കിട്ടും. അവിടെ ഇളകി കിട്ടിയുടെ തുമ്പ കൊണ്ട്. ആ എടുക്കാൻ അതങ്ങോട്ട് ഉരുട്ടി കയറ്റി വയ്ക്കും. എന്നാൽ വെള്ളം തോട്ടിക്കട വരുന്നത് അതിൽ പെയിൻറ്റ് അത് അങ്ങോട്ട് ഉരുട്ടി കയറ്റി കൊണ്ടുവയ്ക്കാൻ പറ്റും. നോക്കി, ഇവിടെ ഈ ഇളകിയോടത്ത് കളിച്ചങ്ങ് മറിഞ്ഞ് കിട്ടും. അതെ, കിട്ടുന്നുണ്ടല്ലോ. എനിക്കറിയില്ല മോനെ, ഞാനൊന്നും ഇത്രയും വലിയ കല്ല് ഞാൻ അന്ന് പിടിക്കുകയായിരുന്നു. ആരെങ്കിലും കൂട്ടിയിട്ട് എഴുതിയായിരിക്കും. അങ്ങനെ അങ്ങ് ഒതിച്ചെടുത്തു. ആ ആ ഇതിലൊക്കെ പാമ്പൊക്കെ വരുന്നു. ഒന്നുമില്ലല്ലോ. ഒന്ന് ഉരുട്ടി കയറ്റി വയ്ക്കാൻ പറ്റുമോ നോക്ക്. ഉരുട്ടി കയറ്റി വയ്ക്കാൻ പറ്റുമോ നോക്ക്. കാല് കൊണ്ട് പറ്റില്ല, കൈ കൊണ്ട്. അങ്ങനെ കണ്ടോ. ആ ഇപ്പോൾ ഉരുട്ടി ഇവിടെ കയറ്റേ, തോട്ടിലേക്ക് തന്നെ. ഇങ്ങോട്ടോ? ആ ഇതാണ് കയറ്റി വെക്കണ്ടല്ലേ. ഇത്ര വലിയ കല്ല് കയറ്റി വെക്കണം. നടക്കുവോ? എന്താ പണ്ട് പണിയെടുത്ത ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? തെറ്റിയതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് കവർ എടുത്ത് പിടിച്ചാൽ കിട്ടും. അപ്പോൾ ഇപ്പം പറയും മനുഷ്യനാണ് മണ്ണിൽ കൈ പിടിക്കണം. എന്തൊക്കെയാ പ്ലാസ്റ്റിക് കവറാണ് കിട്ടേണ്ടത്. നീ ഒരു കാര്യം ചെയ്യും, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ പിടിച്ചാൽ കിട്ടും. ഇല്ല, നിസ്സാരം. അയ്യാ എൻ്റെ സ്റ്റൈലിൽ പോകണം. ഇതൊക്കെ നമുക്ക് നിസ്സാരം. താഴെ വയ്ക്കും. അപ്പോൾ അവർ വെച്ചു നിസ്സാരം. താഴെ വയ്ക്കും. അടി പിടിക്കും. അടി പിടിക്കടാ, ഒറ്റയ്ക്കാവില്ല. കാല് വെക്കണേ.
അങ്ങോട്ട് മാറി. നിസ്സാരം. ഇവിടെ നീ ഒന്നോട്ട് വെക്കണം. ഇവിടെ അല്ലേ? ഓക്കെ. മേലെ പിടിക്കണം. ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇനി അങ്ങോട്ട് കല്ല് വീഴാതെ മണ്ണോടുന്ന് കയറി വെക്കണം. വീട്ടുമ്പോൾ വീട്ടിൽ നോക്കിക്കാൻ എടുത്ത് ഇങ്ങനെ അത് പിടിക്കും. കല്ല് ഉറപ്പിച്ചില്ലെങ്കിൽ ഇത് വക്കിലൊക്കെ കല്ലാട പഴയ കാട്ടയിൽ കെട്ടി ഇവിടെയൊക്കെ കല്ല. ഇവിടുന്ന് ഒരേ ലെവലിൽ മണ്ണ് മാന്തി പോയ മതി. തോട്ടുന്ന വെള്ളം കയറാതെ രീതിയിൽ അടയ്ക്കപ്പോൾ അതാണ് ചെറിയ കൂടെ അടക്കണം. ഓക്കെ. പണി കഴിഞ്ഞിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം എന്തൊക്കെ ആരാ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചില്ല, നമ്മുടെ ഐഡിയക്ക് ചെയ്യും. അപ്പം പിന്നെ ഇങ്ങനെ നേരത്തെ ഒരു ഇതുള്ള പോലെ പറയുന്നത് ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ സയൻസ് നോക്കിയിട്ട് അടുത്ത കയറ്റി വെക്കുക. അത് കോമൺ സെൻസിൽ വരുന്നതല്ലേ. ഇപ്പോൾ കോമൺ സെൻസ് മതി പരിപാടി ചെയ്യാൻ. അതാണ് ബേസിക്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ചെരുപ്പ് പറ്റിയില്ലെങ്കിൽ നിൻ്റെ ചെരുപ്പ് എടുക്കുക. അതും പറ്റിയില്ലെങ്കിൽ ചെരുപ്പില്ലാതെ കയറുക. അതും വലിയ തുക ഇടുക. അതല്ലെങ്കിൽ കയറിടുക. അല്ലാണ്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് കേട്ടിട്ടില്ല. സത്യം. എനിക്ക് അതും പരാതിയല്ലേ?